ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകുടച്ചതാണ്. അപ്പോൾ പല പേരിലും ഈ ഒരു സംഭവത്തെ അറിയപ്പെടുന്നുണ്ട്. മുളക് ചമ്മന്തി, അല്ലെങ്കിൽ മുളകുടച്ചത്, അല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തി, ഇങ്ങനെയൊക്കെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പല രീതിയിലാണ് ആൾക്കാരിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പ മുളകുടച്ചതെന്ന് പറയുമ്പം തന്നെ നമ്മൾ മലയാളികളുടെ നാവിലൂടെ കപ്പലോടും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മുളകുടച്ചത് പോയി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ആദ്യം അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റും. അപ്പോൾ ചില സമയത്ത് ഞാൻ ഇച്ചിരി വറ്റൽമുളകും പൊട്ടിച്ചിട്ടാട്ടോ കറിവേപ്പില ഇടുന്നത്. അതിന് ശേഷം കുഞ്ഞുള്ളി നമുക്കിവിടെ എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഉള്ളി, നമ്മുടെ സവാളയാണ് എടുക്കാറ്. അതിന് ശേഷം നമ്മുടെ പച്ചമുളകിനെ നന്നായിട്ട് നമ്മുടെ ഈ കല്ലിൽ ചതച്ച്, ഉള്ളിയും പച്ചമുളകും അങ്ങനെ തന്നെ ചതച്ചിട്ടാണ് ഈ എണ്ണയിലോട്ട് ഇടുന്നത്. അതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ചും കൂടെ എണ്ണ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒരു ഫ്ലേവർ അതിനകത്ത് ഇറങ്ങി കഴിയുമ്പോൾ സൂപ്പറായിട്ട് നമുക്ക് വാങ്ങി വെച്ച് അടിപൊളിയായിട്ട് കഴിക്കാം. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കപ്പയും മുളകുടച്ചതും കൂടെ കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. കണ്ടോ വായിക്കട വെള്ളം വന്നില്ലേ? അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പോയി നമ്മുടെ കപ്പയും മുളകുടച്ചത്, അല്ലെങ്കിൽ മധുരക്കിഴങ്ങും മുളകുടച്ചതിൻ്റെ കൂടെ സൂപ്പർ ഐറ്റമാണ് കേട്ടോ. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ആ മധുരക്കിഴങ്ങിൻ്റെ മധുരവും മുളകുടച്ചതിൻ്റെ എരിയും കൂടെ ആകുമ്പോൾ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ബൈ.